എല്ലാവർക്കും അച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കാശ്മീരി മുളക് എന്ന്. കാശ്മീരി മുളക് പലപ്പോഴും നമ്മളത് കൊണ്ടുവരും, അവരെന്ന് പറഞ്ഞാൽ ഈ ഗ്രൈൻഡ് ചെയ്യേണ്ടി പൊടിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് എന്താ പറയുക, ഷോപ്പുകാർ കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ട് പലതും കൊടുക്കുന്നുണ്ട്. പക്ഷേ പലതരത്തിൽ കാശ്മീരി മുളകുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്പർ 1 ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ മുളകാണ് നല്ല ബ്രൗൺ നിറമുള്ള. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിലുള്ള കാശ്മീരി മുളക് എന്ന് പറയുന്ന സാധനം. ഡബ്ബിന്നോ അല്ലെങ്കിൽ ബേഡഗിന്നോ എന്തൊക്കെയാണെന്നോ പറയുന്നതെന്ന് അറിയില്ല. കണ്ടില്ല നിങ്ങൾ, നല്ല ഞാർക്കയുടെ നിറമുള്ള മുളകും. ഇതിൻ്റെ വലിപ്പത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എരിവ് കുറഞ്ഞ മുളക് എരിവ് കുറഞ്ഞാണ്. ഇതാണ് യഥാർത്ഥത്തിൽ, ഇത് പൊടിച്ചാലാണ് എരിവ് കുറഞ്ഞിട്ട് കിട്ടുക. അതുപോലെ ഇതിന് നല്ല കളറുണ്ടാവും. ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം കണ്ട നിങ്ങൾ. ഇതാണ് നല്ല വീതിയും വലിപ്പവും ഇതിൻ്റെ നിറവും. ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കുള്ള ഫസ്റ്റ് ക്വാളിറ്റി കാശ്മീരി മുളകാണ്. പലപ്പോഴും നമ്മളത് കൊണ്ടുവരുന്ന മുളകുകളെല്ലാം പറഞ്ഞാൽ 3rd ക്വാളിറ്റിയും 4th ക്വാളിറ്റിയും ഒക്കെ ആയിട്ടുള്ള മുളകുകളാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വലിപ്പ വ്യത്യാസമുള്ള മറ്റൊരു മുളക് കാണിച്ചു തരാം. ഇതും കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഈ മുളകും നമ്മളുടെ വ്യത്യാസം നോക്കാം. കണ്ടില്ലേ, അതൊരു കളറിലെ വ്യത്യാസം. എല്ലാവരും പറയും കാശ്മീരി മുളക്. ഇതിന് എരിവുണ്ടാവും. ഇതിന് എരിവുണ്ടെങ്കിൽ കൂടി ചെറിയൊരു ശതമാനം മാത്രമേ ഇതിൽ എരിവുണ്ടാവും. പക്ഷേ ഇതിൽ വലിയൊരു ശതമാനം എരിവുള്ളൊരു മുളകായത്. ഇതിൽ കളറിലും വ്യത്യാസമുണ്ട്. പൊടിച്ച് കഴിഞ്ഞാൽ പൊടീൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പിന്നെ മറ്റൊരു മുളക് എന്ന് പറഞ്ഞാൽ ഇതിന് തന്നെ വേറൊരു മുളകാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതും കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതൊക്കെ പിരിമുളകാണ് ശരിക്കും പറയാൻ വെച്ചാൽ. ഇതിൻ്റെ വലുപ്പത്തിൽ തന്നെയുള്ള വ്യത്യാസം കാണാൻ നിങ്ങൾ. വിലയും ഏറ്റവും കുറഞ്ഞിരിക്കും. പക്ഷേ ഇത് നല്ല എരിവുള്ള സാധനമായിരിക്കും, നിറം ഉണ്ടാകും. ഇത് മൂന്നും നമ്മൾ അടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഈ സൈസിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും, കളറിൻ്റെ വ്യത്യാസം, ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ മുളക്, ഫസ്റ്റ് ക്വാളിറ്റി മുളകായത്. ഇതാണ് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമായത്. നോക്കി ഇതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം നോക്കിക്കോ, കളറിലെ വ്യത്യാസം നോക്കിക്കോ, സൈസിലുള്ള വ്യത്യാസം നോക്കിക്കോ. ഇത് കണ്ടില്ലേ നിങ്ങൾ, മൂന്നിൻ്റെയും സൈസ് നോക്കിക്കോ, സൈസും കളറും നോക്കിക്കോ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എന്നല്ല, ശ്രദ്ധിച്ച് വാങ്ങുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാശ്മീരി മുളക് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി മുളകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 2nd, 3rd, 4th എന്നൊക്കെ റേഞ്ചിൽ വരുന്ന സാധനമാണ്. പലപ്പോഴും ഷോപ്പുകാർ കാശ്മീരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും തരിക. വലിയ പൈസയും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ മുളക് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കളർ വ്യത്യാസം വരുന്ന മുളകുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പൂപ്പലുണ്ടെന്നും കൂടി മനസ്സിലാക്കണം. കാരണം കുറേ കാലം മുമ്പ് കൊണ്ടാച്ചതോ അല്ലെങ്കിൽ മഴയത്ത് വെള്ളമൊക്കെ തട്ടിയിട്ടുള്ളതോ ഉണ്ടെങ്കിൽ ആ മുളകിൽ കളറിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.